മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷാ സമയത്ത് ഇതിൽ പങ്കുചേരുന്നവരെ പ്രത്യേകമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുന്നവർ മാത്രമാകാതെ അത് അനുവർത്തിക്കുന്നവരുമാകുവാൻ പരിശുദ്ധമ്മ നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 23-ാം തിരുവചനം. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായ ഒരു വ്യത്യാസം നമ്മളിങ്ങനെ കാണുന്നു. താഴെ നിന്നുള്ളവരും മുകളിൽ നിന്നുള്ളവനും. പ്രകടമായ വ്യത്യാസം താഴെ നിന്നുള്ളവരെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ളവനെ കുറിച്ചുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ആദ്യത്തെ 4 അധ്യായം ഉൾപ്പെടെ ഉള്ള വചനങ്ങളിൽ യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയോട് അധികം എതിർപ്പ് കാണിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: യേശുവിൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു ചെയ്ത അത്ഭുതം കണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് 3-ാം അധ്യായത്തിൽ നിക്കോദേമോസുമായുള്ള സംഭാഷണം. അവിടെയും യേശുവിനെ അംഗീകരിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയുമായി ഈശോ സംഭാഷണം നടത്തുന്നു. സമരിയാക്കാരി സ്ത്രീ മാത്രമല്ല, ആ ഗ്രാമം മുഴുവനും യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരുന്നത് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളോട്, യേശു ചെയ്യുന്ന അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വിമുഖത കാണിക്കുന്ന യഹൂദ ജനതയെയാണ് നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങി 5-ാം അധ്യായം വരെ യേശുവിൻ്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്നവരും യേശുവിനോട് മമത കാണിക്കുന്നവരുമാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നുവെങ്കിൽ 5-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദേഷിച്ചു. എന്താണ് സാബത്തിൽ ചെയ്തത്? 38 വർഷമായി അസുഖമായി കിടന്നിരുന്ന വ്യക്തിയെ ഈശോ തൻ്റെ വചനം കൊണ്ട്, കൃപാവരം കൊണ്ട് അവനെ സുഖപ്പെടുത്തുന്നതായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സാബത്തിൽ രോഗശാന്തി നൽകിയതിനെ കുറിച്ച് യേശുവിനെ ദ്വേഷിക്കുന്ന യഹൂദരെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ കണ്ടുമുട്ടുന്നു. 18-ാം തിരുവചനം പറയുന്നത്, യഹൂദർ യേശുവിനെ വധിക്കുവാനായിട്ട് പരിശ്രമിച്ചു. വിദ്വേഷിക്കുക മാത്രമല്ല, യേശുവിനെ കൊലപ്പെടുത്തുവാനുമുള്ള
തീരുമാനത്തിലേക്ക് മെല്ലെ യഹൂദർ എത്തുകയാണ്. അവിടുന്ന് തുടങ്ങി 6ഉം 7ഉം അധ്യായങ്ങൾ പിന്നിടുമ്പോൾ 8ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി യഹൂദർ യേശുവിനെതിരെ പ്രവർത്തിക്കുകയും അവനെ കല്ലെറിയാനും അവനെ പിടികൂടാനും അവനിൽ പിശാചുണ്ടെന്ന് പറയാനും അവൻ പാപിയാണെന്ന് പറയാനും അവനെ വധിക്കാനുമായി ഒരുങ്ങി നിൽക്കുന്ന യഹൂദരെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, നിങ്ങളാകട്ടെ താഴെ നിന്നുള്ളവരാണ്. മുകളിൽ നിന്നുള്ളവനും താഴെ നിന്നുള്ളവരുമായിട്ടുള്ള വലിയ വ്യത്യാസം വളരെ പ്രകടമായി ഈശോ പ്രദർശിപ്പിക്കുന്നത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തിരിച്ചറിയുന്നു. എന്താണ് മുകളിൽ നിന്നുള്ളവനും താഴെ നിന്നുള്ളവരും തമ്മിലുള്ള വ്യത്യാസം? അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ അരൂപിയിൽ നിന്നുള്ളവരും മാംസത്തിൽ നിന്നുള്ളവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താഴെ നിന്നുള്ളവർ മാംസത്തിൽ നിന്നുള്ളവരും മുകളിൽ നിന്നുള്ളവൻ അരൂപിയാൽ നിറഞ്ഞവനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് സൂചന നൽകുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനം, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് എന്ന് വളരെ പ്രകടമായൊരു വ്യത്യാസം നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ ഈശോ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴെ നിന്നുള്ളവർ അവർ മാംസത്തിൽ ജനിക്കുന്നവരുമാണെന്ന് ഈശോ സൂചന നൽകുകയാണ്. അതിനേക്കാൾ ഉപരിയായി അരൂപിയിലുള്ളൊരു പുതിയ ജനനത്തിന് ഈശോ താഴെയുള്ളവരെ ക്ഷണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാം തിരുവചനം, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികമായി സംസാരിക്കുന്നു. ഭൗമിക കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. സ്വയമായി ആത്മപരിശോധന ചെയ്യേണ്ട ചിന്തയാണിത്. ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനാണോ അതോ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണോ? ഭൂമിയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിൽ ഭൗമിക കാര്യങ്ങളിൽ ഇടപെട്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുന്നതിനെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മുകളിൽ നിന്നുള്ളവരും താഴെ നിന്നുള്ളവരുമുള്ള വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ് എങ്കിൽ കൃപ നിറഞ്ഞവരും കൃപ നിറയാത്തവരും. കൃപ നിറഞ്ഞവർ മുകളിൽ നിന്ന് ഉള്ള വ്യക്തികളാണ്. കൃപ നിറയാത്തവരാണെങ്കിൽ അവർ ഭൂമിയുടേതായ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരുമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം, അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണല്ലോ, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തെ സമീപിച്ചുകൊണ്ട് ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ് അഭിവാദനം ചെയ്യുന്നത്. കൃപയാൽ പൂരിതയായ പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്യുന്നത്, നീ കൃപ നിറഞ്ഞവളാണ്, ദൈവത്തിൻ്റെ കൃപ സമാധാനം നിന്നോട് കൂടെയുണ്ട് എന്ന് ദൈവദൂതൻ സൂചന നൽകുന്നു. മറിച്ച് താഴെ നിന്നുള്ളൊരു വ്യക്തിത്വത്തെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം
6-ാം അധ്യായത്തിൽ പ്രത്യേകമായി നമ്മൾ കാണുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുകയും യേശുവിൻ്റെ പക്കലേക്ക് വീണ്ടും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തങ്ങളെ തീറ്റിപ്പോറ്റുമെന്ന് കരുതിയ ജനത്തിനോട് ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമെന്നും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ നിത്യം ജീവിക്കുന്നുവെന്നും ഈശോ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പലരും ഈ വചനം കേട്ട് ഇത് കഠിനമാണ് എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക? നിന്റെ ശരീരം ഭക്ഷിക്കാനോ നിന്റെ രക്തം പാനം ചെയ്യാനോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ ഇടർച്ചയുണ്ടാകുന്നതും യേശുവിനോട് കൂടെ വളരെ പേർ നടന്നിരുന്നത് അവനിൽ നിന്ന് അകന്നു പോകുവാനും പിന്നീട് ഒരിക്കലും അവർ യേശുവിനെ അനുഗമിച്ചില്ല എന്നുകൂടെ സുവിശേഷം രേഖപ്പെടുത്തി വയ്ക്കുന്നു. തുടർന്ന് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. പത്രോസ് അതിന് മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ്, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ, ഞങ്ങൾ എവിടേക്കാണ് വേറെ പോകുക? പക്ഷെ തുടർന്ന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരുവനെ സൂചന നൽകിക്കൊണ്ട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ 12 പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത്, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയാത്തോയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. കാരണം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും യേശുവിൻ്റെ വചനങ്ങൾ കേട്ടിട്ടും യേശുവിൻ്റെ കൂടെ താമസിച്ചിട്ടും യേശുവിനോടൊപ്പം ഭക്ഷണം പങ്ക് വച്ചിട്ടും യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നിട്ടും അവനിൽ കൃപ നിറയാത്തൊരു വ്യക്തിയായി, തന്നിൽ കൃപ നിറയാത്തൊരു വ്യക്തിയായി യൂദാസ് മാറ്റപ്പെടുന്നത് നമ്മൾ തിരുവചനത്തിലൂടെ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, കൃപ നിറയാത്തവരും കൃപ നിറഞ്ഞവരും എന്നുകൂടെ നമുക്ക് ഒരു വ്യത്യാസം കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ കുറച്ചുകൂടെ വലിയ അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാറ്റി നിർത്തപ്പെട്ടവരും നശിച്ചു പോയവരും. ആരാണ് മാറ്റി നിർത്തപ്പെട്ട വ്യക്തികളെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം തിരുവചനം ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടത്തിലും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവശിഷ്ട ഭാഗത്തെ നമ്മൾ തിരിച്ചറിയുന്നു. എന്താണ് കൃപ? കൃപ എന്ന് പറയുന്നത് മനുഷ്യന് നേരെയുള്ള ദൈവത്തിൻ്റെ അനർഹമായ ആനുകൂല്യം, അർഹതയില്ലാത്ത ആനുകൂല്യം, അത് സ്വീകരിക്കുന്നവരാണ് കൃപയുള്ളവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് യാതൊരു യോഗ്യതയുമില്ല, എങ്കിലും മനുഷ്യനോട് ദൈവത്തിനുള്ള അനർഹമായ അർഹതയില്ലാത്ത ആനുകൂല്യം സ്വീകരിക്കുന്നവരാണ് കൃപയുള്ളവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. കുറച്ചുകൂടി വിശദമാക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ ഈശോ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഇപ്രകാരമാണ്. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് വന്നവർ, അവർ 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ഒക്കെ ജോലിക്ക് കടന്നു വരുന്നു.
മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കായി. അവർ വിചാരിച്ചു നേരത്തെ വന്നവർക്ക് കൂടുതൽ കൂലി കിട്ടുമെന്ന്. പക്ഷേ ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരേ തരത്തിലുള്ള കൂലിയാണ് അവിടെ കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകമായ ആനുകൂല്യം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം. അത് ഏത് കാലഘട്ടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവചനം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തെ നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. നോഹയുടെ കുടുംബം. നോഹയുടെ കുടുംബം. നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായി പ്രവർത്തിച്ചു. അതുകൊണ്ട് നോഹയെയും നോഹയുടെ കുടുംബത്തിലുള്ളവരെയും വലിയ ജലപ്രളയം ഉണ്ടായപ്പോൾ ഒരു അവശിഷ്ട ഭാഗം എന്ന പോലെ, കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാഗം എന്ന പോലെ ദൈവം മാറ്റി നിർത്തുന്നതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. ഭൂമുഖം മുഴുവൻ നശിച്ചു പോയിട്ടും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തെ മാറ്റി നിർത്തുന്നതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. പിന്നീട് നോഹയുടെ കുടുംബം ജലപ്രളയം അവസാനിപ്പിച്ചപ്പോൾ കർത്താവിന് പ്രീതികരമായ ബലിയർപ്പണം നടത്തുന്നതായി ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട, കൃപ കൊണ്ട് നിറഞ്ഞ ഒരു അവശിഷ്ട ഭാഗം എന്ന പോലെ ലോത്തിന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുന്നതായി. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 29-ാം തിരുവചനം: സോദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിക്കുമ്പോൾ ഈ ഒരു കുടുംബത്തെ മാത്രം പ്രത്യേകമായ സംരക്ഷണം നൽകുകയും ആ കുടുംബത്തെ മാത്രം കർത്താവ് പ്രത്യേകമായി രക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നു. ബാക്കി തിന്മ നിറഞ്ഞവര്, കൃപയില്ലാത്തവര്, അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവര്, ആ ജനതതി മുഴുവൻ നശിച്ചു പോകുന്നതായും നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചറിയുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു ഏലിയായെ കുറിച്ച്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഏലിയ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ബാലിന്റെ ദേവന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും കർത്താവിന് പ്രീതികരമായ ബലിയർപ്പിക്കുകയും ബാലിന്റെ ദേവന്മാരെ നിശേഷം നശിപ്പിക്കുന്നതുമായി നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ, ഒരു കുടുംബത്തെ, ഒരു ജനതതിയെ ഏത് കാലഘട്ടങ്ങളിലും കർത്താവ് മാറ്റി നിർത്തുന്നതായി നമ്മൾ കാണുന്നു. അത് ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ സൂചന നൽകുന്നുണ്ട്. എങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തെ കർത്താവ് മാറ്റി നിർത്തുന്നതായി കാണുന്നു. അത് അവരുടെ യോഗ്യത കൊണ്ടല്ല, അത് അവരുടെ അർഹത കൊണ്ടല്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യം കൊണ്ട്. അർഹതയില്ലാഞ്ഞിട്ടും കർത്താവ് കൊടുക്കുന്ന അർഹത കൊണ്ട് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗമായി മാറ്റപ്പെടുന്നത്
നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവശിഷ്ട ഭാഗത്തിന് നേരെയാണ് പലപ്പോഴും സാത്താന്റെ ശക്തമായ ആക്രമണം ഉണ്ടാകുക. അതുകൊണ്ടാണ് പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ദൈവത്തിന്റെ കൽപ്പന കാക്കുന്നവര്, അതുമാത്രമല്ല യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവര്. ദൈവത്തിന്റെ കൽപ്പന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമാണ് മുകളിൽ നിന്നുള്ളവർ എന്നുകൂടെ കർത്താവിന്റെ വചനം ഓർമ്മിപ്പിച്ചു തരികയാണ്. പക്ഷേ അവർക്കെതിരെ പോലും മാറ്റി നിർത്തപ്പെട്ട ഒരു അവശിഷ്ട ഭാഗത്തിന് പോലും, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് പോലും ഇതാ നമ്മൾ തിരിച്ചറിയുന്നു, അവർക്ക് നേരെയും സാത്താന്റെ ആക്രമണം ഉണ്ടാകുമെന്ന്. അവർക്ക് നേരെ ചീറിയെടുക്കുന്ന സാഹചര്യങ്ങൾ, തിന്മയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണോ അതോ കർത്താവിനോട് കൂടെ ഉള്ളവരാണോ എന്ന് ഒരാത്മപരിശോധന നടത്താൻ. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലും സുഖഭോഗങ്ങളിലും പെടാതെ കർത്താവിനോട് കൂടെ മാറ്റി നിർത്തപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം എന്ന പോലെ ജീവിക്കാൻ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ മായകളിൽ പെടാതെ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആത്മാവിൽ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ശരീരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ കൂടെ വളരെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നത്. ആത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് ആത്മാവിൻ്റെ ഗുണങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ അഭിഷേകവും ഉള്ളവരുമായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യത്യാസം കൃപ നിറഞ്ഞവരും കൃപയില്ലാത്തവരും, അതുപോലെ തന്നെ നീക്കിവെക്കപ്പെട്ട അവശിഷ്ട ഭാഗം എന്ന നിലയിലും അതുപോലെ തന്നെ നശിച്ചു പോയവരും എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച ചില വ്യക്തികൾ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെട്ടവർ. വിശുദ്ധ സ്റ്റീഫനെ കുറിച്ച് ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്: അവൻ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും കർത്താവിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആത്മപരിശോധന നടത്തുവാനുള്ള സമയമാണ്. ഞാൻ മുകളിൽ നിന്നുള്ള യേശുവിനോട് കൂടെയാണോ അതോ ഭൗമിക കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഈ ഭൂമിയിലുള്ള മനുഷ്യരെ പോലെ മാംസത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ജനിക്കുന്ന വ്യക്തിയെ പോലെയാണോ എന്ന്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ആത്മാവിൽ വ്യാപരിക്കുവാനും കൃപയിൽ നിറയുവാനും ഞങ്ങൾക്ക് നീ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.